ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഒരു ഹെയർ മാസ്കിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്ക് വന്നിട്ട് താരന് വേണ്ടിയിട്ടുള്ളതാണ്. താരന് വേണ്ടിയിട്ട് ഒരുപാട് റെമഡി നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്നത് താരൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഉള്ളതാണ്. എത്രത്തോളം നമ്മൾ മുടി കെയർ ചെയ്ത് കൊടുത്താലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയാലും താരൻ ഒരു വട്ടമെങ്കിലും എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പാർശ്വഫലം നമ്മൾ അനുഭവിച്ചിട്ടും ഉണ്ടായിരിക്കും. നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുത്ത് ഒന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു മുടിയാക്കി എടുക്കാൻ നമ്മൾ നന്നായിട്ട് പാടുപെടേണ്ടി വരും. അപ്പോൾ എന്തായാലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതായത് ഇങ്ങനെ പൊടിയായിട്ടുള്ള താരനുള്ളവർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള കട്ടയായിട്ടുള്ള തൈര് എടുക്കുക കേട്ടോ. കുറച്ചിങ്ങനെ ലൂസായിട്ട് ഉണ്ടാവരുത്, ഇങ്ങനെ നല്ല കട്ടയായിട്ടുള്ളത് എടുക്കാം. അതും അത്യാവശ്യം പുളിയുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിന് എത്രത്തോളം ആണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. ഒരു 3 വലിയ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഇത് നമ്മളുടെ ഫുള്ളായിട്ട് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചിരുന്നാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നാരങ്ങയാണ്. ഇത് നമുക്കൊരു ഫുള്ള് നാരങ്ങയൊന്നും വേണ്ട, ഒരു 5-6 തുള്ളി മാത്രം മതി. കാരണം ഇത് രണ്ടും പുളിയുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ട് ലാക്റ്റിക് ആസിഡൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കാരണം ലെമൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഇത്തിരി ഒന്ന് ഫ്രിസി ആയി മുടി ചിലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാരങ്ങ എടുക്കുമ്പം ഒരു 5-6 തുള്ളി മാത്രം എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓയിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേരയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സ്പൂണോളം ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ പാക്ക് ഇടുന്നതിന് മുൻപ് എന്തായാലും മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ട് കളയുക കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നെറുക് തലയിലുണ്ടല്ലോ, അതായത് നമ്മളുടെ ആ ഒരു ടോപ്പിൽ അവിടെയാണ് കൂടുതലും എല്ലാവർക്കും താരൻ ഉണ്ടാവുന്നത്. അവിടെ മാത്രം എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്താണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചീപ്പ് വെച്ചോ നമ്മുടെ കൈ വെച്ചോ ഒന്ന് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും പറ്റി പിടിച്ചിരിക്കുന്ന താരനൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ താരനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഹെയർ പാക്ക് ഇടുമ്പം ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ സ്ക്രാച്ച് ചെയ്യുമ്പം തലയോട്ടി പോറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൈൽഡായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കേണ്ട, കാരണം നമ്മൾ ഈ ഒരു ഹെയർ പാക്കിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തലയോട്ടിയിലോട്ട് ഇതേപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഭയങ്കര ലൂസായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളുടെ ഈ ഒരു താരനുള്ള ഭാഗത്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുടി ഫുള്ളായിട്ട്, അതായത് ഹെയറിൻ്റെ ലെങ്ത്തുള്ള ഭാഗത്തേക്കോ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ തേച്ച് കൊടുക്കേണ്ട. സ്കാൽപ്പിൽ മാത്രം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പഞ്ഞി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ച്, പിന്നെ തുണി, നമുക്ക് എന്താണോ കംഫർട്ട് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ താരനുള്ള ഭാഗം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രം നമ്മളുടെ ഹെയറിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം വാഷ് ചെയ്യുമ്പം സ്മെൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത്രയും സമയം മാത്രം വെച്ചിരുന്നാൽ മതി. ഒരുപാട് സമയമൊന്നും നമ്മൾ ഹെയർ പാക്കുകൾ വെക്കേണ്ട. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്നെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.